BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആശൂറ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖല ഗവർണറേറ്റ് പ്രത്യേക യോഗം വിളിച്ചു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും വിവിധ അതോറിറ്റികളുടെ സഹകരണം ഉറപ്പാക്കുന്നതിനുമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഗവർണർ അലി ബിൻ ഷെയ്ഖ് അബ്ദുൽ ഹുസൈൻ അൽ അസ്ഫൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട യോഗം ഓൺലൈനിൽ ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. പൊതുജനാരോഗ്യ വകുപ്പ്, ജഫ്രി വഖഫ് കൗൺസിൽ, ബഹ്റൈൻ ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ പരസ്പര സഹകരണത്തോടെയാണ് സുരക്ഷാ ആരോഗ്യ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക. സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, ശരിയായ ഭക്ഷണ രീതി, ആരോഗ്യ ജീവിതശൈലി എന്നിവ പാലിക്കുന്നതിന് പ്രോത്സാഹനം നൽകും. ഹെൽത്ത് സിറ്റീസ് പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും ശ്രമിക്കും. ഗവൺമെന്റിന് കീഴിൽ സംഘടിപ്പിക്കുന്ന സമ്മർ പരിപാടിയെക്കുറിച്ചും ചർച്ച നടന്നു. രാഷ്ട്രവും രാജ്യവും നമ്മെ ഒരുമിപ്പിക്കുന്നു എന്ന പ്രമേയത്തിലാണ് ഇത് സംഘടിപ്പിക്കുക. ഉപഗവർണർ ബ്രിഗേഡിയർ അബ്ദുള്ള മുഅർദർ, വിവിധ കമ്മിറ്റി തലവന്മാർ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. വ്യാജ പാസ്പോർട്ടുമായി ബഹ്റൈനിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്തു. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച UP സ്വദേശിയാണ് അറസ്റ്റ് ചെയ്തത്. 2014 നാട് കടത്തിയ ശേഷം UAE ഇയാളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നാവിക പരിശീലനത്തിനായി ബഹ്റൈനിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. ആവശ്യമായ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പാസ്പോർട്ട് വ്യാജമാണെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. മനുഷ്യക്കടത്ത് തടയുന്നതിലും തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിലും ബഹ്റൈൻ മുൻപന്തിയിലാണെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ വ്യക്തമാക്കി. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബഹ്റൈന് ഇക്കാര്യത്തിൽ 1ാം നിരയിലാണ് സ്ഥാനം. കഴിഞ്ഞ 7 വർഷമായി പ്രസ്തുത സ്ഥാനം ബഹ്റൈൻ നിലനിർത്താൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണ്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ പിന്തുണയും പ്രോത്സാഹനവും ഉയർന്ന കാഴ്ചപ്പാടുകളുമാണ് ഇത്തരമൊരു നേട്ടം നിലനിർത്തി മുന്നോട്ടു പോകാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര ഏജൻസികൾ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ബഹ്റൈൻ മുന്നോട്ട് നീങ്ങുന്നത്. മനുഷ്യക്കടത്ത് തുടച്ചു നീക്കുന്നതിന് നിയമപരമായ നീക്കങ്ങളോടൊപ്പം ശക്തമായ ബോധവൽക്കരണങ്ങളും നടത്തുന്നുണ്ട്. തൊഴിലാളികളുടെ വേതനം ഉറപ്പാക്കൽ, ഗാർഹിക തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ എന്നിവയിലൂടെ എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളി സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പുകൾ നടത്താനും ബഹ്റൈന് സാധിച്ചു. നീതിന്യായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രാലയം, ജുഡീഷ്യൽ സുപ്രീം കൗൺസിൽ, പബ്ലിക് പ്രോസിക്യൂഷൻ, LMRA, മനുഷ്യക്കടത്ത് വിരുദ്ധ സമിതി എന്നിവയുടെ സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഫി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രം ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബിന് കൈമാറി. ജനാഹിയുടെ വാരാന്ത്യ മജ്ലിസിൽ വെച്ചായിരുന്നു ചിത്രം കൈമാറിയത്. ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും എന്നും പ്രചോദനമാണ് മഹാത്മാഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിയുടെ ചിത്രം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അംബാസഡർ ജനാഹിയുമായി പങ്കുവെക്കുകയും ചെയ്തു. നിരോധിത കാലയളവിൽ പിടിച്ച 500 കിലോ ചെമ്മീൻ കണ്ടുകെട്ടിയതായി പരിസ്ഥിതിക്കാരെ സുപ്രീം കൗൺസിൽ അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മനാമ സൂക്ക് തീപിടുത്തത്തിന് ഇരയായ ചെറുകിട ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന 5 പേർക്ക് ഇന്ത്യൻ എംബസി നാട്ടിലേക്ക് പോകാനുള്ള എയർ ടിക്കറ്റുകൾ നൽകി. ICRF മുൻകൈയെടുത്ത ഇന്ത്യൻ എംബസിയെ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ തീപിടുത്തത്തിനിരയായവരെ സഹായിക്കാനായി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോട് അപേക്ഷ നൽകാൻ എംബസി ആവശ്യപ്പെടുകയായിരുന്നു. മനാമ KCTയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി നൽകിയ ആദ്യ ബാച്ച് എയർ ടിക്കറ്റുകൾ ICRF പ്രതിനിധികൾ സഹായ കമ്മിറ്റിക്ക് കൈമാറി. തുടർന്ന് ടിക്കറ്റുകളും സഹായ കമ്മിറ്റിയുടെ പ്രത്യേക സാമ്പത്തിക സഹായവും നാട്ടിലേക്ക് പോകുന്നവരെ ഏൽപ്പിച്ചു. 2.5 ലക്ഷം ദിനാർ തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിലായി. വിവിധ വ്യക്തികളിൽ നിന്നായി പണം തട്ടിയെടുത്തതായാണ് പരാതി. ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചയുടൻ പോലീസ് അന്വേഷണം നടത്തുകയും 39-കാരനായ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് ബഹ്റൈന് പുറത്തുനിന്നും കാർ ലഭ്യമാക്കാമെന്ന് ഓഫർ ചെയ്താണ് ഇയാൾ പണം കൈക്കലാക്കിയത്. കൂടാതെ കാറുകൾക്കായ വ്യാജ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകളും ഇയാൾ തയ്യാറാക്കിയിരുന്നു. ബഹ്റൈൻ KMCC സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബഹ്റൈനിലെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാമിന് KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബഹ്റൈൻ എയർപോർട്ടിൽ സ്വീകരണം നൽകി. ഭാരവാഹികളായ ഷാഫി പാറക്കട്ട, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, AP ഫൈസൽ, OK കാസിം, സലീം തളങ്കര മലപ്പുറം, ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ, ഹുസൈൻ വയനാട്, ഫൈസൽ കോട്ടപ്പള്ളി, നസീഫ് കൊച്ചി എന്നിവരും സന്നിഹിതരായിരുന്നു.
എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ ബെർത്ത് പൊട്ടിവീണ് മരിച്ച പൊന്നാനി സ്വദേശി അലിഖാന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ നടപടിയുണ്ടാകണമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് അനുമതി ലഭ്യമായിട്ടും ഇതുവരെ സർവീസ് ആരംഭിച്ചിട്ടില്ലെന്നും സർവീസിനായുള്ള കോച്ചുകൾ കൊല്ലം യാർഡിൽ എത്തിച്ചിട്ട് നാളേറെയായെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ബെർത്ത് വീണ് മരിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി മറ്റാവശ്യങ്ങൾ ഉടൻ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും ജെബി മേത്തർ അറിയിച്ചു. മഴ, വെള്ളപ്പൊക്കം എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച കളക്ടർ. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, അമ്പലപ്പുഴ, ചേർത്തല, ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും വെള്ളിയാഴ്ച അവധിയാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 3 ദിവസം കൂടി കാലവർഷം ശക്തമായി തുടരുമെന്നാണ് പ്രവചനം. മാനസിക നില തകരാറിലാണെന്ന കാരണം പറഞ്ഞ് ആരോഗ്യ ഇൻഷുറൻസ് നിഷേധിച്ച കമ്പനി 3.21 ലക്ഷം രൂപ നഷ്ടപരിഹാരം പരാതിക്കാരന് നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ ആലപ്പുഴ സ്വദേശി സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 2.51 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയും 50,000 രൂപ നഷ്ടപരിഹാരവും 20,000 രൂപ കോടതി ചെലവും 1 മാസത്തിനകം പരാതിക്കാരന് നൽകാനാണ് നിർദ്ദേശം. വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് പരാതിക്കാരന്റെ മകൾ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചിരുന്നു. ഇതിന്റെ ഇൻഷുറൻസ് ക്ലെയിം സ്റ്റാർ ഹെൽത്ത് കമ്പനി നിരസിച്ച നടപടിയാണ് ചോദ്യം ചെയ്തത്. ആശുപത്രി രേഖകൾ പ്രകാരം 6 വർഷമായി മനോരോഗത്തിന് ചികിത്സ തേടിയിരുന്നുവെന്നും അതുമൂലമുള്ള പരിക്കുകൾ അപകടത്തിന്റെ പരിധിയിൽ വരില്ലെന്നുമുള്ള കാരണം പറഞ്ഞാണ് കമ്പനി ക്ലെയിം നിരസിച്ചത്. മനോരോഗം മൂലമാണ് പരിക്ക് പറ്റിയതെന്ന് തെളിയിക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് കഴിയാത്ത സാഹചര്യത്തിൽ അപകടത്തിന് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുകയ്ക്ക് പരാതിക്കാർക്ക് അവകാശമുണ്ടെന്ന് DB ബിനു പ്രസിഡന്റും വൈക്കം രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം വ്യക്തമാക്കി. പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് K. പോൾ കുര്യാക്കോസ് ഹാജരായി. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും വെള്ളിയാഴ്ച അവധി നൽകിയിരിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വയനാട് ജില്ലയിൽ ഇതുവരെ തുറന്നത്. സുൽത്താൻ ബത്തേരി, വൈത്തിരി താലൂക്കുകളിലെ നൂൽപ്പുഴ, നെന്മേനി, മുട്ടിൽ, കോട്ടത്തറ ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിച്ച 5 ക്യാമ്പുകളിലായി 34 കുടുംബങ്ങളിലെ 111 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 46 സ്ത്രീകളും 46 പുരുഷന്മാരും 19 കുട്ടികളെയുമാണ് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ നൂൽപ്പുഴ നന്ദന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ക്യാമ്പിൽ 6 കുടുംബങ്ങളിലെ 9 സ്ത്രീകളും 9 പുരുഷന്മാരും 5 കുട്ടികളും ഉൾപ്പെടെ 23 പേരെയും, ചൂണ്ടക്കിനി കോളനിയിലെ അങ്കണവാടിയിൽ 7 കുടുംബങ്ങളിലെ 11 സ്ത്രീകളും 10 പുരുഷന്മാരും 4 കുട്ടികളും ഉൾപ്പെടെ 25 പേരെയും മാറ്റിപ്പാർപ്പിച്ചു. ചീരാൽ പുള്ളക്കൂട്ട് അങ്കണവാടിയിൽ 3 കുടുംബങ്ങളിലെ 6 സ്ത്രീകളും 5 പുരുഷന്മാരും 3 കുട്ടികളും ഉൾപ്പെടെ 14 പേരെയും മാറ്റിപ്പാർപ്പിച്ചു. വൈത്തിരി താലൂക്കിലെ കരിങ്കുറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ 2 കുടുംബങ്ങളിലെ 2 സ്ത്രീകളും 2 പുരുഷന്മാരും 2 കുട്ടികളും ഉൾപ്പെടെ 6 പേരെയും, മുട്ടിൽ നോർത്ത് WOLP സ്കൂളിൽ 16 കുടുംബങ്ങളിലെ 18 സ്ത്രീകളും 20 പുരുഷന്മാരും 5 കുട്ടികളും ഉൾപ്പെടെ 43 പേരെയും മാറ്റിപ്പാർപ്പിച്ചു. യുവതിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടകം പാക്കിൽ പൂവന്തുരുത്ത് റെയിൽവേ ഓവർബ്രിഡ്ജ് ഭാഗത്ത് മടത്തിങ്കൽ വീട്ടിൽ അച്ചു എന്ന സൂരജ് രാജ് M എന്നയാളെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോണിൽ പകർത്തിയ പെൺകുട്ടിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും 2022 മുതൽ സമൂഹ മാധ്യമത്തിലെ വ്യാജ അക്കൗണ്ട് വഴി മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടി പരാതി നൽകി. പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. വെസ്റ്റ് സ്റ്റേഷൻ SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് നഗരത്തിലെ മാളുകളും കടപ്പുറവും കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ച 2 കോടിയോളം രൂപ വില വരുന്ന രാസലഹരി പിടികൂടിയ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകും. സംഭവത്തിൽ പിടിയിലായ പ്രതികൾക്ക് ലഹരി കൈമാറിയ സംഘത്തിൽപ്പെട്ടവരെയും ഇടനില നിന്നവരെയും കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കേസിൽ നിലമ്പൂർ സ്വദേശി വെളിമറ്റം മക്കേടത്ത് ഷൈൻ, പെരുവണ്ണാമൂഴി സ്വദേശി മുതുകാട് കിഴക്കയിൽ ആൽവിൻ എന്നിവരെയാണ് വെള്ളയിൽ പോലീസ് ബംഗളൂരുവിൽ നിന്നും കുമളിയിൽ നിന്നും ഇതിനകം അറസ്റ്റ് ചെയ്തത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.